സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വോട്ട് ചെയ്യുന്നതിനായി ജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിനിടെ പലയിടത്തും വോട്ടിംഗ് കേന്ദ്രങ്ങൾ തകരാറിലായത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. മാത്രമല്ല, വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ ക്രമക്കേട് നടന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ലൈറ്റ് തെളിയുന്നത് BJPയുടെ ചിഹ്നത്തിൽ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേർത്തലയിൽ നിന്നും ഗുരുതരമായ പിഴവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചേർത്തല കിഴക്കേ 40 ബൂത്തിൽ പോൾ ചെയ്യുന്ന മുഴുവൻ വോട്ടുകളും BJPക്ക് പോയതായി പരാതി ഉയർന്നിരിക്കുകയാണ്. ഏത് ബട്ടണിൽ അമർത്തിയാലും വോട്ട് പോകുന്നത് BJPക്കാണ് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. LDF പ്രവർത്തകർ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ഇവിടുത്തെ വോട്ടിംഗ് യന്ത്രം മാറ്റി വോട്ടെടുപ്പ് തുടരുകയാണ്. ആലപ്പുഴയിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത്. LDFന്റെ AM ആരിഫും UDFന്റെ ഷാനിമോൾ ഉസ്മാനും തമ്മിലാണ് പ്രധാന മത്സരം. കോവളത്തെ ചൊവ്വരയിലെ 151 നമ്പർ പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിലും ക്രമക്കേടുള്ളതായി കണ്ടെത്തി. 76 വോട്ടുകൾ രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് പിഴവ് കണ്ടെത്തിയത്. വോട്ട് രേഖപ്പെടുത്താനെത്തിയ കോൺഗ്രസ് പ്രവർത്തകനാണ് പിഴവ് കണ്ടെത്തിയത്. തുടർന്ന് UDF പ്രവർത്തകർ എത്തി പ്രതിഷേധിച്ചതോടെ വോട്ടിംഗ് നിർത്തിവെച്ചു. ഇതുവരെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ VVPAT എണ്ണണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. കോവളം MLA ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതുവരെ ചെയ്ത വോട്ടിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ K. വാസുകി വ്യക്തമാക്കി. പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് ആളുകൾ വോട്ട് ചെയ്യാതെ മടങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കർദിനാൾ മാർ ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയി. 1 മണിക്കൂറിലധികം കാത്തുനിന്നിട്ടും യന്ത്ര തകരാറിന് പരിഹാരം ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ആളുകൾ മടങ്ങിയത്. അതേസമയം വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് വ്യാപക പരാതി ഉയർന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.